ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിനകത്ത് ഇന്ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് പത്മകുമാർ ഇരുന്നത്. അദ്ദേഹത്തിനെ ഇന്ന് SIT പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഇന്ന് 3-4 മണിക്കൂർ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനായിട്ട് വാസുവിനെയും പോലീസ് കസ്റ്റഡി വാങ്ങിച്ചു. 11 മണിക്ക് വാസുവിനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് 4 മണി വരെ കസ്റ്റഡി ചോദിച്ചു. പത്മകുമാറുമായിട്ട് ചില പ്രശ്നങ്ങൾ അവരെ കൺഫ്രണ്ട് ചെയ്തു. അതിനുശേഷം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് വാർത്ത വരുന്നുണ്ട്. പത്മകുമാറിന് എതിരായിട്ട് വാസുവിനെതിരായിട്ട് 2 കേസുകൾ SIT രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്വർണ്ണത്തട്ടിപ്പ് കേസിനകത്ത് ഇതുവരെ 5 പ്രതികളെ SIT അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6ാമതായി പത്മകുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തി. അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത് കൊണ്ട് വിജിലൻസിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന വേണം കരുതാൻ. അപ്പോൾ മൊത്തം ഇതുവരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് മനസ്സിലാകുന്നുണ്ട്. വിജിലൻസ് ആംഗിളിൽ ഉള്ള കേസുകളിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ആ കേസിലേക്കാണ് ചോദ്യം ചെയ്തത്. കാരണം പത്മകുമാറിന് പണം വന്നിട്ടുണ്ട്. അത് പോറ്റി കൊടുത്തതാകാം, മറ്റു വഴിക്ക് ഏതെങ്കിലും വന്നതാകാം. ആ വന്ന പണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പോറ്റിയുടെ നിന്ന് അവിടുത്തെ സർക്കാർ ജീവനക്കാരനല്ലാത്ത പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെന്ന് തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജിലൻസ് ആംഗിളിൽ കേസുണ്ടാവും. അപ്പോൾ വിജിലൻസ് ആംഗിളിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നത്. അതുകൊണ്ട് വിജിലൻസ് കോടതി കൊല്ലത്ത് പത്മകുമാറിനെ ഹാജരാക്കുന്നു എന്നാണ് വരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ ഇനി ഈ കേസിലേക്കൂടെ അറസ്റ്റ് കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് റിമാൻഡ് ആപ്ലിക്കേഷനിൽ അറിയാം. കാരണം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് സ്വർണം തട്ടിപ്പ് കേസിനകത്ത് 2 FIRകൾ ഓൾറെഡി ഉണ്ട്. അതിൽ ഒരു കേസിൽ അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന N വാസു, അദ്ദേഹം പിന്നീട് പ്രസിഡന്റുമായിരുന്നു. ഇപ്പം ദേവസ്വം ബോർഡ് വാസു കമ്മീഷണറായിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വിജിലൻസ് ആംഗിളുള്ളതിനാണ് പ്രാമുഖ്യം കൊടുത്തതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുന്നതെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഈ പണം വാങ്ങിച്ചവർ പലരും പ്രതിയാകുന്ന മുന്നോടിയാണ് വിജിലൻസ് കോടതിയിലേക്ക് ഈ റിമാൻഡ് ആപ്ലിക്കേഷനുമായിട്ട് പോകുന്നത്. അപ്പോൾ ആ കേസിലേക്കും റിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ റാന്നി കോടതിയിൽ FIR കൊടുത്ത 2 FIRന്റെ കേസിനകത്തും പത്മകുമാർ പ്രതിയാകും. അങ്ങനെയെങ്കിൽ 3 കേസിനകത്ത് പ്രതിയാകും. ഈ പത്മകുമാർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ആണ് വാസു ഉൾപ്പെടെയുള്ളവർ, വാസു കമ്മീഷണർ ആയിരിക്കുമ്പോൾ വാസു ഉൾപ്പെടെയുള്ളവർ എഴുതി കൊടുത്ത മകസറിനകത്ത് ചെമ്പിൽ സ്വർണം പൂശി എന്നെഴുതിയത്, അത് ആ എഴുത്തിലാണ് ഇദ്ദേഹം കുരുങ്ങിയത്. അത് പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ മകസർ തയ്യാറാക്കിയെന്ന് അറസ്റ്റ് ചെയ്ത നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, ബൈജു എന്നിവർ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പത്മകുമാറിന് വലിയ റോളുണ്ട് ഇക്കാര്യത്തിൽ. 3 കേസിലെയും പ്രതിയാവും. അങ്ങനെയെങ്കിൽ പണം വാങ്ങിച്ച ഇവർക്ക് മുകളിലുള്ള ദേവസ്വം ബോർഡിലെ മന്ത്രി ഉൾപ്പെടെയുള്ളവരും ഇപ്പം കൃത്യമായി ഒരു നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവരുടെ ആരെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ കേസിലേക്ക് അറസ്റ്റിലാവും. അതും വിജിലൻസ് ആംഗിളിൽ മാത്രമല്ല,
സ്വർണ്ണ തട്ടിപ്പ് കേസിനകത്തും പ്രതിയാകും. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കേസുകൾ ഇവരെല്ലാം പ്രതിയാകുകയും ചെയ്യും. റിമാൻഡ് ഇപ്പം വിജിലൻസ് കോടതിയിലേക്ക് ആയിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാരണം അവിടെ ഹാജരാക്കുന്നതുകൊണ്ട് വിജിലൻസ് ആംഗിളിലുള്ള ഒരു റിമാൻഡ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിജിലൻസ് കോടതിയിലെ പണം വാങ്ങിച്ചു തട്ടിപ്പ് നടത്തിയ കേസ് പബ്ലിക് സർവന്റ് വാങ്ങിച്ചിട്ടുണ്ട് 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള ശിക്ഷയായതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതേ സമയത്ത് ആ റിമാൻഡ് ആപ്ലിക്കേഷനിലെ ശബരിമലയിലെ തട്ടിപ്പ് കേസിനകത്ത് ഇവിടെ പ്രതിയാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്.